ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സിക്കിന്ദർ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. സല്ലൂഭായുടെ അടുത്ത എനിക്ക് തോന്നുന്നു ടൈഗർ 3ക്ക് ശേഷം ഉള്ള ഒരു പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പറയാം. പടം ഡയറക്റ്റഡ് ബൈ AR മുരുകദോസിൻ്റെ കരിയറിലെ ഏറ്റവും അലന്ന പടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാം അത് സിക്കിന്ദറാണ് എന്ന്. അതുമാത്രമല്ല, ഇതിൻ്റെ മ്യൂസിക്കൊക്കെ എടുത്ത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത് സല്ലുയുടെ പെർഫോമൻസിനെ പറ്റി പറയാം. സല്ലുവിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഏറെ പിടുത്തം പണ്ടേ ഉണ്ട്, പക്ഷെ അത് പുള്ളിക്കാരന് ചേരുന്നുണ്ട്, അത് വേറൊരു കാര്യം. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അഭിനയത്തിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ഒരു കുറച്ചങ്ങ് ബലം പിടിച്ച് കരയും, ബലം പിടിച്ചിരിക്കും, ബലം പിടിച്ചൊക്കെയാണ് ചിരിക്കുന്നത്. അതൊരു കഴിവ് തന്നെയാണ്, സല്ലുഭായി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതിനുപരി രശ്മികയും കൂടെ ഉണ്ട്. പിന്നെ ഒന്നും പറയണ്ട, പടം തൃപ്തിയാണ്. രശ്മിക എപ്പോഴെപ്പോഴൊക്കെ സീനിൽ വരുമോ അപ്പോഴെപ്പോഴൊക്കെ നമുക്ക് തലയെ കൈവച്ച് സുഖമായിട്ടിരിക്കാം. ഇതിൽ സിക്കിന്ദറിൻ്റെ വിച്ച് മീൻസ് സൽമാൻ ഖാൻ്റെ വൈഫാണ് രശ്മികയായിട്ട് വരുന്നത്. ഇതിൽ സൽമാൻ ഖാൻ ഒരു കിടിലം, അവിടുത്തെ ഒരു രാജാവാണ്, ലൈക്ക് എ കിങ്, ഒരു രാജപദവിയിലുള്ളൊരു അത്ര റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. രശ്മിക പുള്ളിക്കാരുടെ ഭാര്യയായിട്ട് വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് സംഭവമുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ വളരെ സെറ്റായിരിക്കും, പടം നല്ല കയറി കൊളുത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ച്. പിന്നെ സൽമാൻ ഖാൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റതും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ തീരുമാനമായി പടം എങ്ങോട്ടാണ് പോണേന്ന് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ രശ്മികയുടെ സമയം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 10 അരമണിക്കൂർ കൊണ്ട് ശല്യം തീർന്നു എന്ന് കരുതും, പക്ഷെ അപ്പം വരും. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ചത്താലും വിടൂലേ എന്നുള്ളൊരവസ്ഥയിലാണ് രശ്മിക സ്ക്രീനിൽ. രശ്മിക എപ്പോൾ ഓരോ തിയേറ്ററിൽ എല്ലാവരും അയ്യോ എന്നൊരു വിളി നമുക്ക് എവിടെ നിന്നെങ്കിലും കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മുരുകദാസ് ഇത് എന്താണ് പണി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ. മുരുകദാസ് ഇത് അറിഞ്ഞുകൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണോ, അറിഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്തതാണോ, മുരുകദാസിൻ്റെ അപരം വല്ലാണോ ഡയറക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പിന്നെ മ്യൂസിക്, പ്രഥം ആണ് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സന്തോഷ് നാരായണനാണ്. എന്തിനു വേണ്ടി ഇതിൽ തല വെച്ചു എന്നെനിക്ക് ഒരു പിടിയുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു വഹയ്ക്ക് കൊള്ളത്തില്ല. കുറെ ഇമോഷൻസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്, അതൊന്നും ഒരു വഹയ്ക്ക് കൊള്ളത്തില്ല. സൽമാൻ ഖാൻ കരയുമ്പോൾ നമ്മൾ ഇതാണ്, സൽമാൻ ഖാൻ ചിരിച്ചാലും എന്തൊക്കെയാണ് കാണിച്ചു വച്ചേക്കണമെന്ന് പിടുത്തമില്ല. കുറച്ച് പേരൊക്കെ ഇൻ്റർവെല്ലപ്പോൾ തന്നെ ഒരു 3-4 പേരൊക്കെ ഇറങ്ങി പോയായിരുന്നു. പിന്നെ പടം തീരാറായപ്പോൾ തന്നെ പിന്നെയും ഒരു 3-4 പേര് ഇറങ്ങി പോയായിരുന്നു. കുറച്ച് പേരൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ഇരുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം, ഇൻക്ലൂഡിങ് എന്നെ തന്നെ ഞാൻ സമ്മതിച്ചു തരികയാണ്. അത്ര സമയം ഇരുന്ന് കണ്ടതിന് എന്നിട്ട് പടം തീരുന്നില്ല. മുരുകദാസ് എഴുതി കാണിച്ചിട്ട് വീണ്ടും ഒരു പാട്ടും കൂടി ഇട്ടേക്കണം. എന്ത് കൊലവധം എന്നും കൂടെ ചോദിക്കട്ടെ. പിന്നെ ആക്ഷൻ, എന്തോ ആക്ഷൻ ഇടേ. സല്ലുഭായി എടുത്ത് പൊക്കിയാൽ എല്ലാം പൊങ്ങുമെന്ന് നമുക്ക് അറിയാം. എല്ലാം അതൊക്കെ പോട്ടെ, ആക്ഷനൊക്കെ നമുക്ക് സഹിക്കാമെന്ന് പറയാം. അഭിനയമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. അതിലുപരി സ്റ്റോറി, കാജോളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാജോള് അവസാനം സല്ലുമായി സപ്പോർട്ട് കൊണ്ട് എന്തൊക്കെ കയ്യടിയും, എന്തൊക്കെ അവസാനം എന്ത് കാണിച്ചു വെച്ചേക്കണ മുരുകദാസ്. നിങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇതിൽ ഇറങ്ങി തിരിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ അമ്മ ആടുകൾ. എൻ്റെ അമ്മോ, കത്തി, തുപ്പാക്കി, 7ാം അറിവ്, ഗജിനി, ഹിന്ദിയിലെ ഗജിനി, ഇതൊക്കെ എടുത്ത ആൾ തന്നെയാണോ ഈ ഒരു തേഞ്ഞ പടം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് അൺബിലീവബിൾ ആണ്. ഒരു ഫ്രെയിം പോലും കൊള്ളൂല, ഒരു ഫ്രെയിം പോലും. അത്ര ഡിസപ്പോയിൻ്റ് ആയിട്ടെന്ന് മുരുകദാസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു സല്ലൂവിൻ്റെ എനിക്ക് ബജ്രംഗി ഭായിജാൻ എന്നാണ് ഒരൊറ്റ സിനിമ, അതായിരുന്നു സല്ലൂഭായുടെ എൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമ എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. അതിൽ അഭിനയിക്കുന്നുണ്ട്. സല്ലു കരയുമ്പോൾ നമുക്കും വിഷമം വരുന്നുണ്ട്, പക്ഷെ ഇതിൽ ബലം പിടിച്ച് കരയാണ്. എന്തൊക്കെയാണ് നടക്കണത് എന്ന് ഒരു പിടുത്തവും ഇല്ല. സ്റ്റോറി വല്ലാത്തൊരു സ്റ്റോറി,
ഒരു വല്ലാത്തൊരു ഡയറക്ഷൻ, വല്ലാത്തൊരു അഭിനയം. എല്ലാവരും സല്ലൂബോയുടെ കൂടെ കുറെ ബോഡി ഗാർഡ്സ് എല്ലാവരും ഉണ്ട്. എല്ലാം ഒരു വായിക്ക് കൊള്ളാത്തൊരു അഭിനയം. ഉഫ്. രശ്മിക പിന്നെ പറയണ്ട, വെറുപ്പിക്കലിന്റെ പീക്കിൽ നിൽക്കുകയാണ് രശ്മിക. രശ്മിക കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഉഫ്. രശ്മിക ഒരു പടത്തിലുണ്ടോ, ആ പടത്തിന്റെ കാര്യം ഒരു 80 അല്ലെങ്കിൽ ഒരു 70% ബാക്കി രശ്മിക ഏറ്റ്. നമുക്ക് എന്തായാലും തൃപ്തിയായി ഇന്നത്തെ ദിവസം. എനിക്ക് വളരെ നന്ദിയുണ്ട് AR മുരുകദോസ് അണ്ണ. എനിക്ക് വേറെ ഒന്നും പറയില്ല. ഞാൻ തിരുപ്പതിയായി. ഓക്കെ ഗൈസ്, അപ്പം ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. പടം കാണുന്നവർ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ.